ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ചായ ഇടുവാണ്. ചായ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മോർണിംഗ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ ചായയൊക്കെ ഇട്ടു, ചായ ഊറ്റുവാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ അമ്പൂക്കുട്ടനും കൂടി ഉണർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്പൂട്ടനെ ഞാൻ എൻ്റെ അടുത്ത് പിടിച്ചിരുത്തിയേക്കുവാണ്. അമ്പൂട്ടന് ഉണർന്നതിൻ്റെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കല്ലും എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അച്ഛന് സ്കൂളുള്ളത് കൊണ്ട് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പൂട്ടനെ ഉണർന്നു പോന്നു. പിന്നെ ചെണ്ട കൊട്ടണ ആ സൗണ്ട് കേട്ടപ്പോൾ കല്ലും കൂടി ഉണർന്നിട്ടുണ്ട്. ഈ ചെണ്ട അമ്പുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 2-3 ദിവസമായുള്ള നിമോചനം ഒരു കുഞ്ഞ് ചെണ്ട മേടിച്ച് കൊടുത്തിട്ട് ആ ചെണ്ട എന്തോ ആൾക്ക് ഭയങ്കര സ്നേഹമാണ്. എപ്പോൾ നോക്കിയാലും ആ ചെണ്ടയും കൊട്ടിക്കൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ ഇന്ന് അപ്പോൾ രാവിലെ പുട്ടും ഗ്രീൻ പീസുമാണ് ഉണ്ടാക്കുന്നത്. അച്ചുവിന് നമ്മളെന്തോ രാവിലെ ഉണ്ടാക്കുന്ന അത് തന്നെയാണ് അച്ചുകൂട്ടാൻ ലഞ്ചായിട്ട് കൊണ്ടുപോകുന്നത് സ്കൂളിൽ കഴിക്കാൻ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു എളുപ്പത്തിനായിട്ട് വെക്കുന്നതാണ് കേട്ടോ കുക്കറിൽ. എപ്പോഴും ഗ്രീൻ പീസ് ആദ്യം വേവിച്ചിട്ടാണ് പിന്നെ കറിയാക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ഞാൻ വിചാരിച്ചു ആദ്യം മസാലയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അതിൻ്റെ ഒപ്പം ഗ്രീൻ പീസ് ഇട്ട് ഒന്ന് വിസിലടുപ്പിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പുട്ടും കൂടി നനച്ച് വെക്കുവാണ് അതിൻ്റെ ഒപ്പം. അപ്പോൾ ഏകദേശം ഗ്രീൻ പീസ് കറി ആകുമ്പോഴത്തേക്കും നമ്മുടെ പുട്ടും റെഡിയാകും. അപ്പം ഞാൻ പുട്ടിൻ്റെ എത്ര മിനിറ്റാന്ന് നോക്കുവാണ് കേട്ടോ. അപ്പോൾ 20 മിനിറ്റാണ് കേട്ടോ. അപ്പോൾ അത് നനച്ച് വേഗം വയ്ക്കുവാണ്. അപ്പോൾ തേങ്ങയൊക്കെ തിരുമ്മി എടുക്കുമ്പോഴത്തേക്കും പുട്ട് ഒന്നവിടെ നനഞ്ഞ് സെറ്റ് ആകുമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ അമ്പൂട്ടനായിട്ട് ഞാൻ വർത്താനം പറഞ്ഞ് നിൽക്കുവാണ്. അമ്പൂട്ടനെ ഞാനവിടെ മേളിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അമ്പൂട്ടൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കല്ലുവിൻ്റെ അടുത്ത് ചെണ്ടയും കൊണ്ട് ചെല്ലുമ്പോൾ കല്ലു ചിലപ്പോൾ പേടിക്കാറുണ്ട് കേട്ടോ. പിന്നെ ആൾ അതിപ്പോൾ ശീലമായി വരുന്നുണ്ട് അമ്പൂട്ടൻ്റെ ഒരു കൊട്ടും എല്ലാം. അപ്പം ചെണ്ടയും നമ്മുടെ അമ്പൂട്ടൻ്റെ ബേബീനെയും കൂടി ആയിട്ട് പിടിച്ചിരുത്തിയിട്ട് അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറയുവാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അച്ചിക്കുട്ടനെ വിളിച്ച് ഉണർത്താൻ പോയായിരുന്നു. പിന്നെ അച്ചിക്കുട്ടനെ അവിടെ ഉണർന്ന ആൾ കല്ലുവിൻ്റെ അടുത്ത് എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ നമ്മുടെ സവാളയൊക്കെ വാടി വന്നു. അപ്പം മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും മീറ്റ് മസാലയും എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം, ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറാൻ വേണ്ടി. പിന്നെ അതിൻ്റെ ഒപ്പം കഴിഞ്ഞപ്പോൾ തന്നെ ഗ്രീൻ പീസും കഴുകിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ പീസ് എപ്പോഴും ഞാൻ ഗ്രീൻ പീസ് കുക്കറിൽ വേവിക്കുമ്പോൾ ചില ഗ്രീൻ പീസ് പെട്ടെന്ന് വെന്ത് കിട്ടും, ചിലത് മാത്രം ഇത്തിരി വേഗം ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഗ്രീൻ പീസ് അവിടെ കുക്കറിൽ അടച്ചൊക്കെ വയ്ക്കുവാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ എനിക്കിതാ പുട്ടും കൂടി ഉണ്ടാക്കാനായിട്ടുള്ള ആ ഒരു തേങ്ങയൊക്കെ തിരുമ്മി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് വിസിലൊക്കെ വന്നു. ഞാൻ നോക്കുവാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് എനിക്ക് ഒന്നും കൂടി വേഗമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒരിളം ചൂടുവെള്ളമാണ് കേട്ടോ, അതും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി 2-3 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. ഗ്രീൻ പീസ് ഇങ്ങനെ കല്ല് കണക്ക് കിടന്നിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അച്ചുവിന് ഗ്രീൻ പീസ് ഇങ്ങനെ വെന്ത് ഉടഞ്ഞിരിക്കണം, അങ്ങനെ ഇരിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇളം ചൂടുവെള്ളം അവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് ഇച്ചിരി പച്ചവെള്ളവും കൂടി കൂട്ടിയിട്ട് വേഗം ഗ്രീൻ പീസ് വേവിക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പത്തോട്ട് വെച്ചിട്ട് പിന്നെ പെട്ടെന്ന് പുട്ടിനും കൂടി വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പുട്ട് വേഗം റെഡിയാക്കി. അച്ചുകൂട്ടം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷനില്ല. അച്ചുവിൻ്റെ വണ്ടി കറക്റ്റ് ടൈമിൽ തന്നെ വരും. അപ്പോൾ അച്ചൂട്ടന് പോകേണ്ട ആ സമയമാകുമ്പോഴത്തേക്ക് എനിക്കെല്ലാം റെഡിയാക്കി അവന് കൊടുക്കണം ഫുഡൊക്കെ. അപ്പോൾ പുട്ടുപൊടി അവിടെ നനഞ്ഞ് സെറ്റായിട്ടുണ്ട്. പിന്നെ തേങ്ങയൊക്കെ ഇട്ടു. പിന്നെ പുട്ട് വേഗം വേകാൻ വേണ്ടി വയ്ക്കുവാണ്. എൻ്റെ ഇടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട് കേട്ടോ. അമ്പൂട്ടൻ ഇടയ്ക്ക് എൻ്റെ അടുത്ത് വരും, ഇടയ്ക്ക് കല്ലുവിൻ്റെ അടുത്ത് ചെല്ലും. അങ്ങനെ പുട്ട് റെഡി ആയിട്ടുണ്ട്. അച്ഛനുള്ള പുട്ട് ഞാനപ്പോൾ ലഞ്ച് ബോക്സിലാക്കി. പിന്നെ കടലക്കറി അതും റെഡിയാക്കി, അതും എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനുള്ളതെല്ലാം ആയിട്ടുണ്ട്. അങ്ങനെ തന്നെ അച്ഛന് പെട്ടെന്ന് തന്നെ നമ്മുടെ ലഞ്ച് ബാഗിലോട്ട് എല്ലാം എടുത്ത് വയ്ക്കുവാണ്. അച്ഛനപ്പോൾ ആ സമയം കൊണ്ട് അച്ചുക്കുട്ടൻ പെട്ടെന്ന് തന്നെ ഒരുങ്ങി കേട്ടോ. ഒരുങ്ങി സമയമൊക്കെ വാച്ചി കറക്റ്റ് ആക്കുവാണ്. അപ്പോൾ ഈ സമയത്ത് നിമോചനം പെട്ടെന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ അച്ഛൻ്റെ ഇന്നത്തെ യൂണിഫോം ഇതാണ് കേട്ടോ. പിന്നെ ഈ വർഷം തന്നെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ആ സ്കൂളിൽ ചേർന്നിട്ടുണ്ട്. ഇത് വീടിനടുത്ത് തന്നെയുള്ള കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ആ കൂട്ടുകാരൻ 5ലാണ്, അച്ചിക്കുട്ടൻ 6ൽ. അങ്ങനെ നമ്മുടെ അമ്പുക്കുട്ടൻ ചെണ്ടയൊക്കെ ആയിട്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവർക്ക് വണ്ടി വരാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് റോഡിൽ പോയി നിൽക്കാമെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ പെട്ടെന്ന് ബ്ലോക്ക് ആകും. ഇവരുടെ വലിയ സ്കൂൾ വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്ത് ചേട്ടനും ബൈ ബൈ ഒക്കെ പറഞ്ഞ് അച്ചിക്കുട്ടൻ പോവാണ്ട്. അമ്പുക്കുട്ടൻ ആദ്യം ഒന്ന് പിണങ്ങി നിന്നതാണ്, ടാറ്റ കൊടുത്തില്ല എന്നും പറഞ്ഞ്. പിന്നെ തിരിച്ച് വന്ന ആൾ ടാറ്റയൊക്കെ കൊടുത്ത്. അങ്ങനെ അച്ചിക്കുട്ടൻ്റെ വണ്ടി വരാറായപ്പോഴത്തേക്കും അച്ചിക്കുട്ടൻ റോഡിലോട്ട് പോയി നിൽക്കുവാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.